നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമ്പിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പ് എങ്ങനെയാണ് നമുക്ക് സംഘടിപ്പിക്കേണ്ടത്, ക്യാമ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്ന ഡേറ്റ് 4, 5, 6 അതായത് ഏപ്രിൽ 4, 5, 6 ഡേറ്റിൽ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ യാത്രാവിശേഷത്തിന്റെ ആദ്യത്തെ ക്യാമ്പ്, അതായത് ഒരു യൂട്യൂബ് എന്താ പറയുക, നമ്മൾ തുടങ്ങിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ യൂട്യൂബേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വയനാട്ടിൽ വെച്ചിട്ട് നമ്മൾ 4, 5, 6 തീയതികളിൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ആർക്കും നമ്മുടെ ക്യാമ്പിലോട്ട് പങ്കെടുക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സിനും ഇനി വരാനിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനും ഇനി നമ്മൾ ഇഷ്ടമില്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും നമ്മുടെ ക്യാമ്പിൽ പങ്കെടുക്കാം. നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. 50 പേർക്കേ നമുക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഏജ് ഉണ്ടോ? എത്ര വയസ്സുള്ള ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15+ ആണ് നമ്മൾ നോക്കുന്നത്. 18-നും 15-നും ഇടയ്ക്ക് 15+ ഉള്ളവരെ നമ്മൾ ക്യാമ്പിലോട്ട് എടുക്കുള്ളൂ. 15-നും 18-നും ഇടയ്ക്കുള്ളവരാണെങ്കിൽ വീട്ടിലെ ആരുടെയെങ്കിലും മുതിർന്നവരുടെ ഫോൺ നമ്പർ തരണം. അവരുടെ കൺഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടണം. 18 മുതലാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് റിസോർട്ടിന്റെ കാര്യങ്ങൾ, അവിടെ നമ്മുടെ റിസോർട്ടാണ് സ്റ്റേക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മള് വനത്തിനുള്ളില് ക്യാമ്പ് ചെയ്യണമെന്നായിരുന്നു, ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സ്ത്രീകളുടെ ഒക്കെ പരിഗണിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ക്യാമ്പില്. മുതിർന്ന സ്ത്രീകളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും, പല ഏജിലുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ റിസോർട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. റിസോർട്ടിലായിരിക്കും നമ്മുടെ സ്റ്റേ ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം, പാട്ട് പാടാം, ഡാൻസ് ചെയ്യുന്നവർ ഡാൻസ് ചെയ്യാം, അടിച്ച് പൊളി വൈബായിരിക്കും. ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 2 ഡേയ്സ് ആണ് നമ്മള് ഈ 2 ഡേ 2 നൈറ്റ് 2 ഡേ 2 നൈറ്റ് നമ്മൾ അടിച്ച് പൊളിച്ച് നമ്മുടെ ടെൻഷനിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ റിലീഫാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ക്യാമ്പാണെന്ന് ചിന്തിക്കണം. അപ്പൊ അതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും കൊണ്ടുവരാൻ പാടില്ല. ഇല്ലീഗൽ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഡ്രഗ്സ് ആണ്. ഒരു തരത്തിലുള്ള ഡ്രഗ്സും നമ്മളവിടെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളത് ശക്തമായിട്ട് തന്നെ എതിർക്കും. അത് നമ്മുടെ ക്യാമ്പിനും അതൊരു പ്രശ്നം ഉണ്ടാക്കും. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കാരണം ഇത് നമ്മുടെ ക്യാമ്പാണ്, നമ്മളാണ് ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ തന്നെ നമ്മുടെ ക്യാമ്പ് അടിപൊളിയാകും. അതൊഴിച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള അടിപൊളി ഫുൾ വൈബായിരിക്കും നമ്മുടെ ക്യാമ്പ്. അടിച്ചു പൊളിയായിരിക്കും. നമ്മൾ ഒരു ദിവസം നമ്മൾ ഉൾക്കാട്ടില്, അതായത് മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂര വനം, മുത്തങ്ങ കേരളത്തിന്റെ മുത്തങ്ങയിലും ബന്ദിപ്പൂര വനം ഒരുമിച്ച് കിടക്കുന്ന വനമാണ്. അതിന്റെ ഉൾക്കാട്ടില് ഒരു ദിവസം നമ്മൾ പോകും. ജീപ്പ് സർവീസ് ഉണ്ടാവും. ജീപ്പ് സർവീസ് ഉണ്ടാവും. നമ്മൾ ഒരു ബസ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും മുത്തങ്ങ വരെ എത്തുക. മുത്തങ്ങയിൽ നിന്ന് നമ്മൾ ജീപ്പിനായിരിക്കും ഉൾക്കാട്ടിലോട്ട് ഏകദേശം ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ഉൾക്കാട്ടിലോട്ട് നമ്മളിങ്ങനെ ജീപ്പിൽ പോകും. അങ്ങനെയാണ്. അപ്പൊ മൃഗങ്ങളെ കാണാം, പല സ്പോട്ടുകളൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. അത് നമുക്ക്, അതായത് ഞങ്ങൾ വയനാട്ടിൽ ഒരു ദിവസം നമ്മൾ ഉൾക്കാട്ടി പോയി മൃഗങ്ങളെയൊക്കെ കണ്ട് എല്ലാ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഉൾക്കാട്ടിലായിരിക്കും ഒരു ദിവസം കണ്ടത്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഒരു ദിവസം ഉൾക്കാട്ടി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ പെൺകുട്ടികളുടെ ഒക്കെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഉൾക്കാട്ടി സ്റ്റേ മാത്രമേ ഉള്ളൂ. പക്ഷെ പകല് നമ്മൾ ഉൾക്കാട്ടി പോയി മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരും. അതിന്റെ പിറ്റത്തെ ദിവസം നമ്മൾ മറ്റ് സ്പോട്ടുകളിൽ, അതായത് നമ്മൾ അവിടെ വന്നിട്ടായിരിക്കും സ്പോട്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം, നമ്മളൊരു കുറച്ച് സ്ഥലങ്ങൾ പറയും. അതിൽ ചിലപ്പോൾ 2-3 സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുമായിരിക്കും, 3-4 സ്ഥലത്തൊക്കെ പോകാൻ പറ്റുമായിരിക്കും. അപ്പം ദൂരം നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ പോകണം എന്ന് തോന്നുന്നത് ആ സ്ഥലത്ത് നമ്മൾ, അതായത് 4-ാം തീയതി ഉച്ചയോടുകൂടി നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും. 4-ാം തീയതി ഉച്ചയോടുകൂടി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് 6-ാം തീയതി ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മൾ ക്യാമ്പ് നിർത്തുന്ന രീതിയിൽ, നമ്മളെല്ലാവരും പിരിയുന്ന രീതിയിലാണ് നമ്മൾ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 4-ാം തീയതി ഉച്ചയോടുകൂടി നിങ്ങൾ എല്ലാവരും അവിടെ എത്തണം. ഏകദേശം ഒരു 12 മണിയോടുകൂടി എത്തുക. അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിക്കുന്നു. ലഞ്ച് കഴിച്ച് നമ്മൾ നേരെ മുത്തങ്ങ വൈൽഡ് ലൈഫ് ഉൾ ഫോറസ്റ്റിലോട്ട് നമ്മൾ പോകുന്നു. കുറേ ഉൾക്കാട്ട് എല്ലാം ഒത്തിരി പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉൾക്കാട്ടിലോട്ടൊക്കെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഉൾക്കാട്ടിലോട്ടൊക്കെ പോകുന്നു. അവിടെ കുറേ മൃഗങ്ങളെയൊക്കെ കാണാം. ഫോറസ്റ്റിൻ്റെതായ കുറേ കാഴ്ചകളും പിന്നെ മൃഗങ്ങളുടേതായ കാഴ്ചകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയെ കുറിച്ച് നമ്മൾ റിസോർട്ടിലോട്ട് വരുന്നു. റിസോർട്ടിൽ നമ്മൾ അടിച്ചുപൊളി, എല്ലാവരെയും പരിചയപ്പെടാം, എല്ലാവർക്കും അടിച്ചു പൊളിക്കാം, എല്ലാവർക്കും ഫ്രണ്ട്സ് ആവാം. അപ്പോൾ ആ രീതിയിലുള്ള അടിച്ചുപൊളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റിസോർട്ടിൽ ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചുപൊളികളൊക്കെ ആയിട്ട് നമ്മൾ അന്നത്തെ ദിവസം അടിച്ചു പൊളിക്കും. അതിനുശേഷം പിറ്റേ ദിവസം
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം നമ്മൾ മറ്റ് സ്പോട്ടുകളിൽ, അതായത് എടക്കൽ ഗുഹ, പൂക്കോട് തടാകം, കുറുവ ദ്വീപ്, പിന്നെ ഫാൻഡം റോക്ക്, ഇങ്ങനെ കുറേ സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയി കറങ്ങി. പിന്നെ കുറേ ഡാമുകൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി കറങ്ങി നമ്മൾ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ വന്ന് റിസോർട്ടിൽ വീണ്ടും സ്റ്റേ ചെയ്ത് അടിച്ചു പൊളിക്കുന്നു. അവിടെ ക്യാമ്പ് ഫയറും നമ്മൾ പഴയ തലേദിവസത്തെ പോലെ തന്നെ അടിച്ചു പൊളിയും കാര്യങ്ങളും എല്ലാവർക്കും പരിചയപ്പെടാനും ഫ്രണ്ട്സ് ആവാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായിരിക്കും. പിന്നെ തുടർന്ന് പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മൾ തിരിയുകയാണ്. ഇതാണ് നമ്മളുടെ ക്യാമ്പിൻ്റെ ഷെഡ്യൂൾ. അടുത്തതായിട്ട് എമൗണ്ട് ആണ്. 6000 രൂപയാണ് എമൗണ്ട്. ബുക്ക് ചെയ്യണം. ഇതിൻ്റെ ബുക്ക് ചെയ്യാനുള്ള ഗൂഗിൾ പേ നമ്പർ ഞങ്ങളിതിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ പഴയ നമ്പർ തന്നെയാണ്, 57 നമ്പർ തന്നെയാണ്. അതിൽ വാട്സപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ എമൗണ്ട് ഇട്ടതിന് ശേഷം ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക. ലേഡീസ് ഒന്നും പേടിക്കേണ്ട, ഞാൻ ഉണ്ടാവും. എല്ലാ കെയറും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യും. നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും 4:30 ചാനലിൽ ലൈവ് വരുന്നുണ്ട്. ലൈവിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇടുന്ന വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറിലേക്ക് പൂർണ്ണമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വരാം. ഏത് ഏജിലുള്ളവർക്കോ ഏത് പ്രായവും, ഇവിടെ അങ്ങനെ പ്രായപരിധികളൊന്നുമില്ല. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും വരാം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബൈ.